ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ദ ഇൻ്റർവ്യൂ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക, ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്, ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, ഡോക്യുമെൻറ്റ്സ്, എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. സോ നമ്മളെ ആദ്യമേ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടീച്ചറിന് ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഒരു CBSE സ്കൂളിലേക്കും ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് ഒക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ CBSE സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ സ്കൂളിലേക്ക് ഇമെയിലായിട്ട് നമുക്ക് നമ്മുടെ CV അവർക്ക് അയച്ചു കൊടുക്കണം. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ അയക്കുമ്പോൾ അവിടെ വേക്കൻസി ഉണ്ടാവണമെന്നില്ല. വേക്കൻസി വരുമ്പോൾ നമ്മളെ അവർ വിളിക്കും. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഒരു 2-3 ഡേയ്സ് മുമ്പായിരിക്കും നമ്മൾക്ക് കോൾ വരാം. അപ്പോൾ നമ്മൾ ആ ഡേയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. പിന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ഗസ്റ്റ് ടീച്ചറിൻ്റെ വേക്കൻസി പേപ്പറിലൊക്കെ അവർ പരസ്യമിടും. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അവിടേക്ക് നമ്മളിങ്ങനെ ഇമെയിലിൽ CV ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മളിപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മളുടെ എവിഡൻസ് ആയിട്ട് നമ്മൾക്കുള്ളത് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാനും, ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് എഴുതി ഞാനതിൽ പാസ്സായി, പക്ഷേ ഇന്ത്യയിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക, അവരെ വിളിച്ച് എൻക്വയറി ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ വേണം. ഇപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ നമ്മൾക്ക് ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി ആവശ്യമാണ്. കാരണം നാളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പി ചോദിക്കുമ്പോൾ നമുക്കിത് കൊടുക്കണം. അതായത് ഹാർഡ് കോപ്പി തന്നെ ചോദിക്കും, അത് അവരവിടെ സൂക്ഷിച്ച് വെക്കാനാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നാളത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി നാളെ രാവിലെ പോയി ഓടിച്ചെന്ന് കോപ്പീസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കോപ്പീസ് എല്ലാം തലേ ദിവസം തന്നെ എടുത്ത് വയ്ക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോഴുള്ള ഡ്രസ്സിങ് കാര്യങ്ങളെ പറ്റി പറയാം. ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാരിയും ചുരിദാറും ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഈ 2 ഡ്രസ്സും സ്കൂൾസിലും കോളേജിലും ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഒരു സാരി ഉടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നാൽ സാരി ഉടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും ജോബ് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ജോബ് കിട്ടിയത് സാരി ഉടുത്ത് പോയ ഇൻ്റർവ്യൂസിനൊന്നും ആയിരുന്നില്ല, എല്ലാം ചുരിദാർ ഇട്ട് പോയ ഇൻ്റർവ്യൂസിനായിരുന്നു. അറൗണ്ട് ഒരു 10 ഇൻ്റർവ്യൂസ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈനായിട്ട്. അതിൽ ഒരു 4 to 5 സ്കൂൾസിൽ നിന്ന് എന്നെ അവർ സെലക്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ സെലക്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കാരണം ചില ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമ്മളോട് അവർ സാലറി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവിടെ പിന്നെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള, അതായത് നമ്മൾ ആ ഡ്രസ്സിൽ അടിപൊളിയാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് കോംപ്ലിമെൻറ്റ് പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് നല്ല ഡ്രസ്സുകളായിരിക്കും നല്ലത്. കുറച്ചൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവാം എന്ന് കരുതി ഭയങ്കരമായി മേക്കപ്പ് ചെയ്യണം എന്നല്ല. നമ്മളുടെ ആ ഒരു അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അവരത് ശ്രദ്ധിക്കും, അത് ഷുവറാണ്. അപ്പോൾ നല്ലൊരു ഡ്രസ്സ് തന്നെ നമ്മുടെ കംഫർട്ടായിരിക്കണം, അത് ഓക്കെ. ആ ഒരു നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയും അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളൊക്കെ ആണെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാകുന്നത് അവിടുത്തെ ഇപ്പോൾ ഒരു ഹൈസ്കൂളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണെന്നാണെങ്കിൽ, അതായത് ഇപ്പോൾ 10th കുട്ടികളെ വരെ പഠിപ്പിക്കണം, 8th 9th 10th അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അവിടെ ഹൈസ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടാവും. അതിപ്പോൾ എന്താ പറയുക, അവിടെ ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ അവിടെ ഉണ്ടാവും. പിന്നെ HM ഉണ്ടാവും. ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയയിലെ മെമ്പർ, ഇവരെയൊക്കെ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂ ബോർഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഐ ഗെറ്റ് എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവരെ നമ്മൾ വിഷ് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ഇരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ലീൻ ചെയ്തിട്ട് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്
കുറച്ച് പ്ലസൻ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. എന്തായാലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് പോകണം. ഉറപ്പായിട്ടും സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിന്നായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. അത് നല്ല ക്ലിയറായി പഠിച്ചാൽ തന്നെ നല്ലൊരു ഇംപ്രഷൻ അവർക്ക് ഉണ്ടാവും. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബുക്കിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ബുക്കിനെ പറ്റി എന്ന് പറയുമ്പോൾ ബുക്ക് നിങ്ങൾ ലാസ്റ്റ് റീഡ് ചെയ്ത ബുക്ക് ഏതാണ്, അതിലെ ഓഥർ ആരാണ്, ബുക്കിനെ പറ്റി ഒരു 2-3 സെൻറ്റൻസസ് എങ്കിലും അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ പിന്നെ ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാ ഇൻ്റർവ്യൂസിനും കണ്ടുവന്ന ഒരു ക്വസ്റ്റ്യനാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഇൻ്റർവ്യൂസ് ഇല്ല. ഒരു 100 ഇൻ്റർവ്യൂസ് എടുത്താൽ 99 ഇൻ്റർവ്യൂസിലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഇതിനെപ്പറ്റി എന്തായാലും പഠിച്ചിട്ട് പോകണം. പിന്നെ നമ്മൾ ഏത് ക്ലാസ്സിനാണോ പഠിപ്പിക്കാൻ പോകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ CBSE ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ഏത് ക്ലാസ് ആണ് വേക്കൻസി വന്നിരിക്കുന്നത് വെച്ചാൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ ലാസ്റ്റ് ടൈം ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറി, 9th ടെക്സ്റ്റ് മാറി. അവരെന്നോട് ചോദിച്ചു ഈ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി. ഫസ്റ്റ് ചാപ്റ്റർ ആ കുട്ടികൾക്ക് ആപ്റ്റായിട്ടുള്ള ചാപ്റ്റർ ആണോ, അവരുടെ ലെവൽ വെച്ചത് ആപ്റ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റും ഫസ്റ്റ് ചാപ്റ്ററും അറിഞ്ഞാൽ മാത്രമാണ് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മളോട് അവർ ചോദിക്കുന്നത് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ CBSE സ്കൂൾസിലാട്ടോ കൂടുതൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. നമ്മൾ മാരീഡ് ആണോ, നമ്മൾക്ക് ഈ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും അവിടെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് അതിനും ഒരു ആൻസർ പറയാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ മാരേജ് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് അവർക്ക് പുതിയ ടീച്ചറിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറയുന്നത് ഒരു 1 ഇയർ അവിടെ എന്തായാലും നിൽക്കണം, അങ്ങനെയാണെങ്കിൽ ആണ് അവർക്ക് പറ്റുള്ളതെന്നാണെങ്കിൽ അതൊക്കെ ആദ്യമേ നമ്മൾ പറയാം. ഓക്കെ, ഞാനിങ്ങനെ 1 ഇയർ ഇവിടെ പഠിപ്പിച്ചോളാം എന്നുള്ള ആ ഒരു കാര്യം അവർ ചോദിക്കും എന്തായാലും. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 10th കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ യെസ് പറ്റും, അത് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾക്ക് അവിടെ 10th കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് ഓൾറെഡി 10th കുട്ടികളെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തപ്പോൾ എനിക്ക് 10th കുട്ടികളെ പഠിപ്പിച്ച് എനിക്ക് അവിടെ ഒരു ഐഡിയ കിട്ടി, ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ ഞാൻ അവിടെ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്കൊരു ഐഡിയ ഉണ്ടെന്നുള്ള ആ ഒരു ഇംപ്രഷൻ അവർക്ക് കൊടുക്കാൻ പറ്റണം. നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും നമ്മൾ അത് എവിടെയെങ്കിലുമൊക്കെ നമ്മളിത് ഡീൽ ചെയ്തിട്ടുണ്ട് എന്നൊരു ഇംപ്രഷൻ കൊടുക്കണം. കാരണം നമ്മൾക്ക് ഒരു ഫ്യൂ മിനിറ്റ്സ് കിട്ടുമ്പോൾ, അതായത് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ, അതിനുള്ളിൽ നമ്മൾ ആണ് അവിടെ വന്നേക്കുന്ന ബാക്കിയുള്ള ആളുകളിൽ വെച്ച് ഏറ്റവും അവിടെ പഠിപ്പിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ എന്നൊരു ഇംപ്രഷൻ അവർക്ക് കിട്ടണം. അത് ആ ഒരു കുറച്ച് സമയം അവരോടുള്ള ആ ഒരു കോൺവെർസേഷനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇൻ്റർവ്യൂ മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് ഇപ്പോൾ ഞാനൊരു സ്കൂളിൽ ഇൻ്റർവ്യൂന്ന് എന്ന് പറഞ്ഞ് പോയപ്പോൾ അവരാദ്യം തന്നെ എന്നെ ഒരു റിട്ടൺ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. ഞാനങ്ങനെ ടെസ്റ്റ് എഴുതി. ടെസ്റ്റിൽ ചോദിച്ചത് ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലെറ്റർ ടു ദ എഡിറ്റർ, ഇമെയിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അവർ തന്നത് ആക്റ്റീവ് വോയിസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ചില കേസിൽ നമ്മൾ പിന്നെ ഒരു +2 ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അവർ +2 ഒരു ടോപ്പിക്ക് തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചില സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഒരു പറയാം, ഏത് ടോപ്പിക്കിൽ നിന്നും ചോദിക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു ഐഡിയ ഉണ്ടായിട്ട് വേണം നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊണ്ടുപോകുന്ന ഫയൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചേക്കുന്ന ആ ഒരു ഫയല് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫയൽ തന്നെയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നമ്മൾ അതിന് വേണ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അത് അവർക്കൊരു നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. നമ്മൾ ആ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മുതൽ അവർ നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ കയറി അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഉള്ള സീൻ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അല്ല, നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മുതൽ അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മൈൻഡിൽ എന്തായാലും വേണം. അതല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കുന്ന പോലെ, കാരണം നമ്മൾ അവിടെ അപ്പോയിൻറ്റഡ് ആവാൻ പോകുന്ന ഒരു ടീച്ചർ എന്നുള്ള പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്കാണ്. നമ്മളവിടെ എപ്പോഴും
അവിടെ ആപ്റ്റ് ആണ് എന്നുള്ളൊരു അങ്ങനെ ഒരു കാര്യം അവർക്ക് ആ ഒരു ഇംപ്രഷൻ അവർക്ക് എന്തായാലും കിട്ടണം. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇൻ്റർവ്യൂവിന് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. ഒരിക്കലും തിരിച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ചിരി വന്നാൽ പോലും അവരെ ഇൻസൾട്ട് ചെയ്യുന്നൊരു ഇംപ്രഷൻ അവർക്ക് കൊടുക്കരുത്. ചിരി വന്നാൽ ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പറ്റുന്ന രീതിയിൽ ആൻസർ പറയുക. അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അതിലൊന്ന് നോക്കണം എന്നുള്ള രീതിയിലൊരു ഇംപ്രഷൻ കൊടുത്താൽ മതി. ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കാനുള്ള വേക്കൻസി എങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ പാട്ടും ഡാൻസൊക്കെ അവർക്ക് വേണം. അപ്പോൾ അവരെ പഠിപ്പിക്കാനുള്ള ടെക്നിക്സ് ചോദിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഗെയിംസിലൂടെ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളോട് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഒരു പാട്ടൊക്കെ ആൻസറായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ, അതായത് ഒരു ആൻസർ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാട്ട്, അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പാട്ടൊക്കെ, അങ്ങനത്തെയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. അതൊക്കെ അവരെ ശരിക്കും നല്ലപോലെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ്. പിന്നെ എന്താ പറയുക, ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഏകദേശം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് പോകണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു മീറ്റിംഗ് അർജൻറ്റ് ആയിട്ടുണ്ട്, എന്നാൽ നമുക്ക് ഇന്ന ടൈമിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യമേ തന്നെ ചെല്ലാൻ നോക്കുക. നമ്മൾ ഫസ്റ്റ് സ്ലോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോവാം, വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോവാം. ഇപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ തീർത്ത് പോകാം. അതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് വൺ ആയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ചെല്ലണേ. പക്ഷെ നമ്മളൊരു തേർഡ് ഓർ ഫോർത്ത് വൺ ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളോട് ചോദിക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന്. അപ്പം നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഗൂഗിളൊക്കെ നോക്കി ആൻസർ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ഇത്തിരി ഒരു ടൈം കിട്ടും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ നമുക്ക് നേരത്തെ പോകണമെന്നാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വൺ ആയിട്ട് തന്നെ ഫസ്റ്റ് സ്ലോട്ട് എടുക്കുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, പോകുന്നു. ആ ഒരു ടൈമിങ്, ആ ഒരു പങ്ക്ച്വാലിറ്റി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ അറ്റൻഡ് ചെയ്തേക്കണ 1-2 ഇൻ്റർവ്യൂസിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ആ 2 ഇൻ്റർവ്യൂവിൽ എനിക്ക് കിട്ടിയില്ല. എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിന് നമുക്ക് ചിലപ്പോൾ സെലക്ഷൻ കിട്ടണം എന്നില്ല. ചിലപ്പോൾ അത് വേറൊരാൾക്കായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂവിന് കിട്ടാം. എന്നിട്ട് നമ്മൾ വറീഡാവരുത്. നമ്മൾ പിന്നെയും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ഇതെല്ലാം എക്സ്പീരിയൻസ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യണം. അവർ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം, ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതിൽ കൂടുതൽ നോക്കണം എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.